കർക്കിടകത്തിലെ ദുരിതമകറ്റാൻ വീടുകൾ കയറിയിറങ്ങി തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. ഉത്തര മലബാറിൽ മാത്രം കാണുന്ന അപൂർവ കാഴ്ചയാണ് ഓണത്തിന് മുമ്പെത്തുന്ന കർക്കിടക തെയ്യങ്ങൾ. വയൽവരമ്പിലൂടെയും നാട്ടിടവഴികളിലൂടെയും കൈമണികിലുക്കി വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് യാത്ര ചെയ്തെത്തുന്ന തെയ്യങ്ങൾ. ആടി, വേടൻ, ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകത്തിൽ ദേശസഞ്ചാരത്തിനിറങ്ങുന്നത്. തെയ്യങ്ങൾ എത്തുന്നതോടെ പഞ്ഞമാസത്തിൽ ആദിവാദികളെല്ലാം അകന്നു പോകുമെന്നാണ് വിശ്വാസം. തെയ്യത്തെ വിളക്ക് തെളിച്ചാണ് വീട്ടുകാർ സ്വീകരിക്കുന്നത്. വീട്ടുമുറ്റത്ത് തോറ്റമ്പാട്ടിന്റെ താളത്തിനൊപ്പമാടി അനുഗ്രഹം ചൊരിയും. വീട്ടുകാർ കരിയും മഞ്ഞളും ചുണ്ണാമ്പുമെല്ലാം ഉപയോഗിച്ച് തയ്യാറാക്കി വെച്ച ഗുരുസി വെള്ളം വീടിന് പുറത്തൊഴിച്ചു കളഞ്ഞാൽ ദുരിതമെല്ലാം അകലുന്നുവെന്നാണ് വിശ്വാസം. തെയ്യങ്ങൾക്ക് പണമോ അരിയോ ദക്ഷിണയായി നൽകും. ശിവനും പാർവതിയും വേടവേഷത്തിൽ അർജുനനെ പരീക്ഷിക്കാനെത്തിയതുമായി ബന്ധപ്പെട്ടതാണ് കർക്കിടക തെയ്യത്തിന് പിന്നിലെ ഐതിഹ്യം. ആടിത്തെയ്യം പാർവതിയുടെയും വേടൻ ശിവന്റെയും ഗളിഞ്ചൻ അർജുനന്റെയും പ്രതീകമായാണ് വീടുകളിലെത്തുന്നത്. ആടിത്തെയ്യം വണ്ണാൻ സമുദായവും വേടൻ തെയ്യം മലയ സമുദായവും ഗളിഞ്ചൻ തെയ്യം നെൽക്കത്തായ സമുദായവുമാണ് കെട്ടിയാടുന്നത്. കർക്കിടക മാസം എല്ലാ കൊല്ലം നമ്മൾ ഇങ്ങനെ തെയ്യം കൊണ്ടുവരുന്നത് നമ്മളെ പൂർവികന്മാർ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ നമ്മൾ ഇപ്പോഴും നടത്തിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞാൽ 15 ദിവസമാണ് ഈ നാട്ടിൽ തെയ്യാടാനുള്ളത്. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ നമ്മളെ നാട് എല്ലാം തീർക്കണമെന്നാണ് നമ്മളെ ഒരു ലക്ഷ്യം. കുട്ടികളാണ് കൂടുതലായും കർക്കിടക തെയ്യക്കോലം അണിയുന്നത്. കർക്കിടക ആരംഭം മുതൽ സംക്രമം വരെയാണ് കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരത്തിനിറങ്ങുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.